ജഗദീഷിനെ തല്ലുന്ന ആരാണ്? അവര് തമ്മിലൊരു അടിയുണ്ട്. ഈ അടി കൂടുന്നതിന്റെ സാക്ഷിയാണ് താങ്കൾ. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഗുണ്ടുകാട് സാബു ഇനി മുതൽ ഒരു നടനാണ്. ഇത് ഗുണ്ടുകാട് സാബുവിൻ്റെ കഥയാണ് പൃഥ്വിരാജ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു നറേഷൻ ആദ്യമേ കൊടുത്തിരുന്നോ? അല്ല, പൃഥ്വിരാജിനെ എനിക്ക് നേരത്തെ അറിയാം. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു ഒരു ത്രൂ ഔട്ട് ഫാമിലി കോമഡി ഡ്രാമ, അതിൽ ഒരു മുഴുനീള വേഷമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. പരിവാറിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ചോദിച്ചു വരുന്നത്. ആദ്യം അതിൽ തന്നെ തുടങ്ങാം. പരിവാറിനെ കുറിച്ചൊന്ന് പറയാമോ? പരിവാർ ഒരു കുടുംബ ചിത്രമാണ്. ഒരു ഫാമിലിക്കകത്ത് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ നടക്കുന്ന കുടുംബ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ഒരു വയലൻസ് ഇല്ലാതെ വളരെ ഫലിതത്തിൽ കൂടി പറഞ്ഞ് പോകുന്ന ഒരു കഥയാണ്. ഭാസ്കരപിള്ള എന്ന് പറയുന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ 4 മക്കൾ തമ്മിലുള്ള വിഷയമായിട്ടൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണെന്ന് അറിയില്ല, വായിസിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടുകൂടി ഇതിൻ്റെ റിവ്യൂ ഒക്കെ ആദ്യം തന്നെ നല്ല അഭിപ്രായമാണ് ചിത്രത്തെക്കുറിച്ച് നേരത്തെ തന്നെ കേട്ടിരുന്നത്. ഇതിൽ താങ്കളോടൊപ്പം മറ്റ് അഭിനേതാക്കൾ ആരൊക്കെയാണ്? ലീഡ് റോളിൽ ആരൊക്കെയാണ് വരുന്നത്? ഇതിൽ ലീഡ് റോള് 3 പേര്. ഒന്ന് ജഗദീഷ് ഏട്ടൻ, ഒന്ന് ഇന്ദ്രൻ സേട്ടൻ, പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ. അവരുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഉണ്ണി നായർ എന്ന് പറയുന്ന ചേട്ടനാണ്. പുള്ളി ഒത്തിരി 10-60 സിനിമയോളം അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണി നായർ അദ്ദേഹമാണ് അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ കരുതി ഇന്ദ്രൻസ് ആയിരിക്കും. അല്ല, ഇന്ദ്രൻസ് ചേട്ടനായിട്ട് മൂത്തയാളായിട്ടാണ്. അതായത് ഭീമൻ എന്ന് പറയുന്ന ഒരു ആള് ഇന്ദ്രൻ ചേട്ടനാണ്. പുള്ളിയുടെ പേര് ഭീമൻ. അതിൽ തന്നെ ഒരു കോമഡി ഉണ്ട്. അതിന് മൂത്തയാൾക്ക് ശരിക്കും യുധിഷ്ഠിരൻ അല്ലെങ്കിൽ ധർമ്മൻ എന്നാണ് വരേണ്ടത്. അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്, പക്ഷെ ആ കഥാപാത്രം കാണിക്കുന്നില്ല. ഭാര്യയുണ്ട് അതിന്റെ. അപ്പൊ നമ്മള് ശ്രീകാന്ത് വെട്ടിയാരുടെ അമ്മയുണ്ടല്ലോ, നമ്മൾ റീൽസിൽ ആ അമ്മയാണ് അത് ആ കഥാപാത്രം ചെയ്യണം. നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവര് തമ്മിലുള്ള വസ്തുതർക്കം അത് കുടുംബത്തിന്റെ സ്വത്ത് അതിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള പ്രശ്നം. ഷാബുചേട്ടൻ്റെ കഥാപാത്രം എങ്ങനെയാണ് വരുന്നത്? ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇതിൽ ഞാനെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സ് കട നടത്തുന്ന ഒരു ആളാണ്. ഫ്ലെക്സ് കട ഉണ്ടാക്കി കൊടുക്കുന്ന. അപ്പോൾ ഇവരുടെ വീടിൻ്റെ അയൽവാസിയാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഈ 2 വീടിനെ ബേസ് ചെയ്താണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവരെ വീട്ടിൽ എൻ്റെ മകളാണ് നായിക. അവള് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. മുതിർന്ന ക്യാരക്ടറാണ്. മുതിർന്ന ക്യാരക്ടർ. അതായത് പോസ്റ്റർ കണ്ട നരച്ചിട്ടൊക്കെ ഒരു പുതിയൊരു ഗെറ്റപ്പാണ്. നല്ലവണ്ണം നരച്ചിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടൻ എടാ വാസു എന്ന് വിളിക്കുമ്പോൾ ഞാൻ പോടാ എന്ന് പറയുന്ന ആ ഒരു പ്രായം അങ്ങനെയാണ്. അടുത്തൊരു ലെവലിലേക്ക് മാറി. അപ്പൊ അങ്ങനെ ആ പ്രായമാണ്. ശരിക്കും ബാക്കിയുള്ളവരെല്ലാം എൻ്റെ അനിയന്മാരും ഇന്ദ്രൻ സേട്ടൻ ഒഴിച്ച് ബാക്കി അങ്ങനെ ഒരു പ്രായത്തിൽ പിടിച്ചിരിക്കുകയാണ്. മനസ്സിലായി. മകളാണ് നായിക. നായിക ഭാഗ്യ എന്ന് പറഞ്ഞിട്ട് ഒരു പുതുമുഖമാണ്. നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇവൾ ഈ നഴ്സിംഗ് ആയതുകൊണ്ട് അച്ഛന് അവിടെ സുഖമില്ലാതെ കിടക്കല്ലേ, അപ്പൊ അച്ഛന് പരിചരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഞങ്ങൾ വീടുകൾ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്, അടുത്ത വീടുകളായുണ്ട്. അപ്പൊ അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഞാനും എൻ്റെ മോളും ഞങ്ങളുടെ കുടുംബമൊക്കെ അവിടെ സഹകരിക്കും. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ തമ്മിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കിടയ്ക്ക് ഞാനുമായിട്ടും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രശ്നമായിട്ട് ആണ് പോകുന്നതെങ്കിലും പറഞ്ഞേക്കുന്നത് കോമഡി ട്രാക്കിലാണ്. സംഭവം ഗൗരവമാണ്, പക്ഷെ സിമ്പിളായിട്ട് പറയുന്നത്. എല്ലാവർക്കും ഒരു ഒരു ലൈറ്റ് റീഡിങ് സ്വഭാവത്തോടു കൂടി കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം. അതെ, നമ്മൾ പഴയ പൊന്മുട്ടയുടെ അങ്ങനെയൊക്കെയുള്ള സിനിമ ആ കാലഘട്ടത്തിൽ. അതുപോലെ നാട്ടുപുറത്ത്. സംവിധാനം ആരാണ് ചെയ്തിരിക്കുന്നത്? സംവിധാനം ഈ ഉത്സവ് രാജീവ്, പിന്നെ ഭഗത് നന്ദു. രണ്ടുപേര് ചെറുപ്പക്കാരാണ്. ഇവർ രണ്ടുപേരും തിങ്കളാഴ്ച നിശ്ചയം എന്നൊരു സിനിമ എഴുതിയത്. തിങ്കളാഴ്ച അത് ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ഹിറ്റായ പടമാണ്. കോവിഡ് കാലത്ത് ആ ഒരു സമയത്ത് മനസ്സിലായി. അതിന്റെ റൈറ്റേഴ്സാണ്. അത് കഴിഞ്ഞ് ഇവര് ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, ഡയറക്റ്റ് ചെയ്തു. റിലീസായിരുന്നു. അത് റിലീസായി. അത് കഴിഞ്ഞ് ശരിക്കും അവരുടെ ഡയറക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ്. മനസ്സിലായി. അപ്പൊ അതിന്റെ ഒരു ക്ലാസ് തിങ്കളാഴ്ച, അതിന്റെ ഒരു ക്ലാസ് ഇതിനും പ്രതീക്ഷിക്കാം എന്തായാലും. ഉറപ്പായിട്ടും. ഈ താങ്കളിപ്പോൾ അഭിനയിച്ചിരിക്കുന്നത് ഇപ്പം മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള സ്വഭാവ നടന്മാരായി, അല്ലെങ്കിൽ അതിനും മുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ജഗദീഷ് ചേട്ടനും ഇന്ദ്രൻ ചേട്ടനും ഉണ്ട്. അവരോടൊപ്പം ഉള്ളൊരു വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഇതിൽ ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ഞാൻ 2-3 പടമാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ റാണി എന്നും പറഞ്ഞൊരു പടം നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് തമ്മിൽ കോമ്പിനേഷൻ സീൻ അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ
ഇന്ദ്രൻസേട്ടനെ എനിക്ക് നേരത്തെ അറിയാം, സിനിമയിൽ വരുന്നതിന് മുമ്പ് ഇന്ദ്രൻസേട്ടനെ അറിയാം. സിനിമയിൽ വന്നപ്പം സീനിയർ ആർട്ടിസ്റ്റായിട്ട് അന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയിലും പിന്നെ ഒരു വെബ് സീരീസിൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്തു. അതോടുകൂടി ആ ഗ്യാപ്പ് അങ്ങ് മാറി, നല്ല സൗഹൃദമായി. അപ്പോൾ ഇന്ദ്രൻസേട്ടൻ അവിടെ ഉള്ളത് എനിക്കൊരു ഭയങ്കര സഹായം പോലെ തോന്നി. അയൽവാസിയും കൂടെയാണ്. ട്രിവാൻഡ്രംകാരനാണ് പുള്ളി. നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ അഭിനയത്തിനുള്ള ചെറിയ ടിപ്സുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഒന്ന് പിടിച്ചു നോക്ക്, ഇന്നിങ്ങനെ ഒന്ന് പിടിച്ചു നോക്ക്, അത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു തരും. പിന്നെ എനിക്ക് പേടി ശരിക്കും തോന്നുന്നത് ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നതാണ്. പുള്ളിയോടൊപ്പം നിൽക്കാൻ ഒരു പേടി. കാര്യം പുള്ളി വളരെ സീനിയറാണല്ലോ, ഈ സിനിമ ഫീൽഡിൽ വളരെ സീനിയറാണ്. എത്രയോ വർഷമായി പുള്ളിക്ക്. പിന്നെ ഒരു പ്രാവശ്യം ഡയലോഗ് കണ്ടാൽ മതി, ആ ട്രാക്കിൽ നമ്മളത് ഇരുന്ന് കാണാതെ പഠിക്കണം. അത് പ്രോംപ്റ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു നമുക്ക്, ആർക്കും പ്രോംപ്റ്റിംഗ് ഇല്ല. നമുക്ക് നേരത്തെ സ്ക്രിപ്റ്റ് തരും, അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഒരു ഡയലോഗ് നമ്മളായിട്ട് ചേർക്കാൻ പാടില്ല. അത് അവരുടെ സ്ട്രിക്റ്റായിട്ട് ഡയറക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ശരിക്കും എനിക്ക് ഡയലോഗ് അങ്ങ് മാറിപ്പോകും. ഡയലോഗ് തെറ്റിയെന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് കണ്ടന്റ് കറക്റ്റാണ്. ചിലടത്ത് നമ്മൾ കണ്ടന്റ് കറക്റ്റ് പറഞ്ഞാൽ ഓക്കെയാണ്. ഇവിടെ കണ്ടന്റ് കറക്റ്റ് ആയാലും ആ വരികളിൽ അവരെഴുതിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പറയണം. കണ്ടന്റ് മാത്രം പറഞ്ഞാൽ പറ്റും, അത് തന്നെ പറയണം. അപ്പോഴും നമുക്ക് ആദ്യം പറയേണ്ടത് രണ്ടാമതായി പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് അപ്പോൾ ഒരു 1-2 ദിവസമൊക്കെ ആയപ്പം ജഗദീഷ് ചേട്ടൻ നമുക്ക് നല്ലൊരു സഹായമായിട്ട്, കുഴപ്പമില്ല ഒന്നും കൂടി പറയാം, അപ്പം ശരിയാവും, ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്ലി ആയിട്ടിരുന്നു. അപ്പോഴും നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ കയറിപ്പോയി. അത് വലിയ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ആദ്യത്തെ ബുദ്ധിമുട്ട്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പം ഇത് എത്ര ദിവസം ഷൂട്ട്? പിറവം ഭാഗത്തായിരുന്നു. 1 മാസത്തോളം ഉണ്ടായിരുന്നു. 1 മാസത്തോളം. എറണാകുളത്ത് പിറവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാഴൂർ മന എന്ന് പറഞ്ഞിട്ടൊരു മനയുണ്ട്. അവിടെ 2 മനയുണ്ട്. ഇത് രണ്ടും കൂടി ബേസ് ചെയ്താണ് മറ്റേ പവിത്രം എന്ന് പറഞ്ഞ പടമൊക്കെ എടുത്തത്. അപ്പം ഇതിലിപ്പോൾ താങ്കൾ എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ടായിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്ന ആദ്യമായിട്ടാണോ? ഇത് ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് തോന്നുന്നു ഇത്രയധികം സ്ക്രീൻ പ്രസൻസും കിട്ടുന്നത് ഇതിലാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? മറ്റേത് സാധാരണ ഏതെങ്കിലുമൊക്കെ ദിവസം വരുന്നു, ലൊക്കേഷനിൽ വരുന്നു, ജോയിൻ ചെയ്യുന്നു, കുറച്ച് സീൻസ് ചെയ്യുന്നു. ശരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഈ കഥാപാത്രം ഇവരൊക്കെ ഉണ്ടല്ലോ സീനിയേഴ്സ്, അപ്പോൾ അവരൊക്കെ കൊണ്ട് നമ്മൾ വന്ന് ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് അഭിനയിക്കുക, റൂമിൽ ചെന്ന് റെസ്റ്റ് ചെയ്യുക, പിന്നെ ഇതായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ പകുതി എത്തിയപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് പോകുമ്പോലെ കാര്യം, ഇത്രയും വലിയ ക്യാരക്ടർ അത് നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പം അത്രയ്ക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ. നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ ഒരു മാറ്റിയത്, ചേട്ടൻ എന്ത് പറ്റി? ഒന്നുമില്ല, ഒരു ചെറിയൊരു ചേട്ടാ, ഒരു പ്രശ്നമില്ല. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളടുത്ത് ആരാണ് നിൽക്കുന്നത്, സീനിയറാണോ ജൂനിയറാണോ അതൊന്നും നോക്കണം, നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ വന്നത്. അത് മനസ്സിലിരുത്തുക, പിന്നെ അങ്ങ് ചെയ്യുക. അപ്പുറത്ത് നിൽക്കുന്നവർ ആരാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തന്ന് അപ്പോൾ ശരിയാക്കാം എന്നുള്ള രീതിയിൽ ചെന്നപ്പോൾ സംഗതി ഓക്കെ, നല്ല രീതിയിൽ ചില കാര്യങ്ങൾ പ്രശാന്ത് തന്നെ പറയും. അപ്പുറത്ത് നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ പ്രശാന്ത് റീടേക്കൊക്കെ ചെയ്യുമ്പോൾ പറയും, ചേട്ടാ ആ ചെയ്തത് കൊള്ളാം, അതിൻ്റെ കൂടെ കുറച്ച് ഇങ്ങനെയും കൂടി ചെയ്തു നോക്കും, കൈ നടാൻ പറയും. എന്നിട്ട് പ്രശാന്ത് തന്നെ അത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും, കൊള്ളാമെങ്കിൽ നമുക്ക്, ഇല്ലെങ്കിൽ അടുത്ത് മാറ്റി പിടിക്കാം. അപ്പോൾ അത് വളരെ നല്ല ഉപകാരം ചെയ്തു. നമ്മളത് ചെയ്യുമ്പോൾ ആ സീൻ കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു അഭിപ്രായം വരും, ചേട്ടാ അത് കൊള്ളായിരുന്നു. അത് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഇതിൽ പേരിൽ തന്നെ വാർ എന്ന് പറയുന്ന ഒരു യുദ്ധം, ഒരു യുദ്ധമാണ്. പരിവാർ, കുടുംബത്തിലുള്ളൊരു യുദ്ധമാണെന്നുള്ളത് പേരിൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. സംഘടന രംഗങ്ങളുണ്ടായിരുന്നോ താങ്കൾക്ക്? എങ്ങനെയായിരുന്നു സംഘടന രംഗം? അതിൽ ഒരു സംഘടനയേ ഉള്ളൂ, അത് ഞാനുമായിട്ടാണ്. ഒറ്റ സംഘടന. എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ഒരു സംഗതി? എങ്ങനെയുണ്ടായിരുന്നു അത്? നമ്മളെ മാഫിയ ശശി മാസ്റ്ററാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഘടന അല്ല, നാട്ടിൻ പുറത്തുള്ള തനി അടിയാണ്, ഉരുണ്ട് കളി. അങ്ങനെ ഒരു ഇതാ, മണ്ണിൽ കിടന്ന് ആയുധമൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലല്ല ചെയ്യുന്നത്. ഇതിൽ ജഗദീഷിനെ തല്ലുന്ന ആരാണ്? ജഗദീഷ് ചേട്ടനെ പക്ഷെ തല്ല് കിട്ടുന്നില്ല. അവര് തമ്മിലൊരു അടിയുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തറയിൽ കിടന്ന് ഉരുണ്ട് പറഞ്ഞ ജഗദീഷ് ചേട്ടൻ, പ്രശാന്ത് അലക്സാണ്ടർ, അനിയൻ ചേട്ടനാണ്. ഇവര്
ഒരു അച്ഛൻ മരിച്ച ആ സമയത്ത് എന്താണ് ഇവർ തമ്മിൽ കിടന്ന് അടി കൂടി തറയിൽ കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് പുറത്തെല്ലാം മണ്ണൊക്കെ ആയിട്ട് വീണ്ടും പിടിക്കാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന പോസ്റ്ററിൽ കണ്ട ഈ അടി കൂടുന്നതിന്റെ സാക്ഷിയാണ് താങ്കൾ. ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. കാര്യം മരണം കഴിഞ്ഞ് എൻ്റെ 2 ദിവസം കഴിയുമ്പോഴാണ് വീട്ടിലടി ഈ വീട്ടിലടിയാണ് എല്ലാവരും. അപ്പൊ ഇന്ത്യൻ സൈഡിനൊക്കെ ഉണ്ട്. ഇന്ത്യൻ സൈഡൊന്നും മൈൻഡ് ചെയ്യില്ല. ഇങ്ങനെയൊക്കെ കൂളായിട്ട് ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതാ. ഇവർക്ക് ഇതിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. തമിഴിലെ മൊട്ട രാജേന്ദ്രൻ അദ്ദേഹം ഇതിലൊരു നല്ല വേഷം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പുള്ളി എന്താ കോമഡി തന്നെയാണോ അതോ പുള്ളിയാണോ വില്ലൻ റോളിലാണോ പുള്ളി വരുന്നത്? പുള്ളി വില്ലൻ എന്നുള്ള രീതിയില എൻട്രി. പക്ഷെ അതും ഒരു പുള്ളിയുടെ സ്വായത്തമായിട്ടുള്ള ഒരു നർമ്മശൈലി ഉണ്ടല്ലോ, അത് കലർത്തിയാ പോണം. വരുമ്പോൾ മാസ് എൻട്രിയാണ്, പിന്നെ അങ്ങോട്ട് കോമഡി. മനസ്സിലായി. ഓക്കെ. ഇതിൽ സംഘടന രംഗങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രംഗമേ ഉള്ളൂ എന്ന് പറഞ്ഞു, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ താങ്കളോട് ഒരുമിച്ച് അഭിനയിക്കും. പണ്ട് കാലത്ത് നടന്മാർ പറയും ഈ ബാബു ആൻ്റണിയോടൊപ്പം അഭിനയിക്കാൻ പല സൂപ്പർ താരങ്ങൾക്കും പേടിയാണെന്ന് പറയും. കാരണം ഇദ്ദേഹം ഇതാണല്ലോ മാർഷൽ ആർട്സിൻ്റെ ഒരു ഉസ്താദാണല്ലോ. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുമ്പോൾ ഒരു കൈവറയ്ക്കും എന്നൊക്കെ ചില താരങ്ങൾ പറഞ്ഞതായിട്ടൊക്കെ അദ്ദേഹം തന്നെ പിന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ താങ്കളോടൊപ്പം താങ്കളുടെ ഒരു പശ്ചാത്തലം ഒക്കെ അറിയാവുന്ന ചില ആൾക്കാർ അങ്ങനെ ഒരു പേടി, ഇദ്ദേഹത്തോടൊപ്പം ഷാബുവിനോടൊപ്പം നിൽക്കണോ, അയ്യോ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവുക, അല്ല അങ്ങനെ ഒരു പേടി, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം പറഞ്ഞില്ലെങ്കിലും പറയും 100 പ്രാവശ്യം, ചേട്ടാ ഒന്ന് നോക്കി ചെയ്യണം. ടൈമിങ് ഇതിൽ ടൈമിങ് വളരെ കണ്ണിങ് ആയിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും നമുക്ക് അത് ശരീരത്തിൽ മുറിവ് പറ്റും. അപ്പോൾ അതിന് നമുക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഉണ്ട്, പുള്ളി ഉണ്ട്, പുള്ളിയുടെ അസിസ്റ്റന്റുമാർ ഉണ്ട്. അപ്പം അവർ പറയുന്ന ആ മീറ്ററിൽ പിടിച്ച് നമ്മൾ ചെയ്താൽ ആർക്കൊന്നും പറ്റൂല, എല്ലാം ഭയങ്കരമായിട്ട് തന്നെ ചെയ്യാനും പറ്റും. അത് നമുക്ക് കുറച്ച് നാളായിട്ട് സിനിമയിലുള്ള തല്ലും അല്ലാതെ ഒറിജിനൽ തല്ലോട്ട് വ്യത്യാസമുണ്ട്. ഒറിജിനൽ തല്ലിന് ടൈമിംഗ് ഒന്നും നോക്കണ്ടല്ലോ, പക്ഷെ ഇതിൽ നമുക്ക് കൃത്യമായി ടൈമിംഗ് നോക്കാം, വരിക തല്ലുക പോവുക. പക്ഷെ ഇവിടെ വന്നിട്ട് എപ്പോഴെങ്കിലും തല്ല് കിട്ടിയോ ഷൂട്ടിനിടയിൽ? എന്തെങ്കിലും ഈ ടൈമിംഗ് പാളിപ്പോയ അവസ്ഥ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? തല്ല് കിട്ടിയില്ല, പക്ഷെ നമുക്ക് ഒരുപാട് ശാരീരികമായിട്ട് മറിഞ്ഞു വീഴുകയും അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. കുറച്ച് പണിപ്പെടണം. റിയൽ ലൈഫിനേക്കാൾ പാടാണോ റിയൽ ലൈഫ്? എന്താ ഒരു രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ? റിയൽ ലൈഫിൽ അഭിനയിക്കാൻ പാടാണ്. പക്ഷെ റിയൽ ലൈഫിൽ പേടിയാണോ? റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനെ പേടിയൊന്നും തോന്നില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. ഈസിയാണ്. പക്ഷെ റിയൽ ലൈഫിലാണ് ശരിക്കും പറഞ്ഞാൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണല്ലോ, അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും പറ്റിയാൽ അത് നമ്മൾ ഈ മുഖത്തൊക്കെ ഇടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പല്ലൊക്കെ പോവും. അതൊക്കെ പിന്നെ അത് വലിയൊരു പ്രശ്നമാണല്ലോ, ഒരാളുടെ പല്ല് പോകണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നം. അപ്പോൾ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് എന്നാൽ ദൂരോട്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു സിനിമയിൽ ചെയ്തപ്പോൾ അതിൽ ഫൈറ്റ് മാസ്റ്റർ ഇല്ലായിരുന്നു, അതിൽ പോലീസുകാരനാണ്. ബിബിൻ ജോർജിനെ ലോക്കപ്പിലിട്ട് ഇടിക്കുന്ന ഒരു രംഗമുണ്ട്. ബിബിൻ ജോർജ് ആണെങ്കിൽ ഫൈറ്റ് മാസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് ഒരു രീതി സമ്മതിക്കില്ല. സൗജോട്ടാ പറ്റൂല, ദേഹം വേദന എടുക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിടിക്കപ്പോഴേ ഇന്നലെ വിളിക്കും. അവസാനം ഡയറക്ടർ എന്ന് പറഞ്ഞ് ബിബിന് അത് കുഴപ്പമില്ല, ആർട്ടിസ്റ്റ് അല്ല, അവർ നോക്കിക്കോളും, ദേഹത്ത് കൊള്ളാം ചേട്ടാ, ദേഹത്തൊന്നും കൊള്ളാതെ ദൂരെ ഇടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബിബിനെ എന്തായാലും കുനിച്ചാണ് ഇടിക്കുന്നത്, ബിബിൻ കാണൂല നമ്മൾ ചെയ്യുന്ന. ഡയറക്ടർ എങ്കിൽ പിന്നെ വേണ്ട, ശരീരത്തിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്ര സ്ട്രെയിൻ ചെയ്യാതെ തന്നെ ചെയ്താൽ മതി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി കണ്ണ് കാണിച്ചിട്ട് പോയി. അതിൽ കണ്ടിന്യൂ ചെയ്തോളാം. അപ്പോൾ കാര്യം ഞാൻ ആദ്യം ഇടിച്ചപ്പോഴും ബിബിൻ്റെ അടുത്ത് പോലും വരുന്നില്ല കൈ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടിക്കുമ്പോൾ ടച്ച് ചെയ്തെടുക്കണം, എന്നാലും ശക്തിയായിട്ട് ഇടിക്കുന്നത് പോലെ തോന്നുകയും എന്നാൽ ശരീരത്തിൽ നോവാനും പാടില്ല. അപ്പോൾ അത് പിന്നെ തിയേറ്ററിൽ എഫക്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ ടച്ചെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് കാണികൾക്ക് അതൊരു പ്രശ്നം. പക്ഷെ നമ്മൾ ചെയ്തു. അപ്പം ബിബിൻ അറിഞ്ഞില്ല നമ്മൾ ചെയ്തത്. ബിബിൻ ചേട്ടാ ഇങ്ങനെ മതി, ഇപ്പം ചെയ്തു. അപ്പോൾ അത് ടൈമിംഗ് തെറ്റിയ വലിയ പ്രശ്നം. ഇപ്പം ഇതുവരെ എത്ര ചിത്രങ്ങളായിട്ട് ഇത് ശരിക്കും എന്താ പറയുക, ബിഗ് സ്ക്രീനിൽ എത്ര ചിത്രങ്ങളായി? ബിഗ് സ്ക്രീനിൽ 12ഓളം സിനിമയായി. തുറമുഖത്തിൽ നിന്ന് തുടങ്ങിയ തുറമുഖമായിരുന്നു ആദ്യ ചിത്രം, നമ്മുടെ നിവിൻ പോളിയുടെ. തുറമുഖം രാജീവ് രവിയുടെ ചിത്രം. അതിനു മുമ്പ് രാജീവ് രവിയുടെ തന്നെ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറഞ്ഞ പുള്ളി ഡയറക്റ്റ് ചെയ്ത ചെറിയ പടം ട്രിവാൻഡ്രത്ത് ചെയ്തു. അപ്പോൾ അന്ന് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടും പിന്നെ സ്ക്രിപ്റ്റിന്റെ സഹായി മൊത്തത്തിൽ ഞങ്ങളെല്ലാവരും മധു നീലണ്ടൻ ചേട്ടനുണ്ട്, ക്യാമറമാനാണ്. പുള്ളി ദേശീയ അവാർഡ് കിട്ടിയ ആളാണ്. പുള്ളി രാജീവ് പിന്നെ വേറെ 1-2 കൂട്ടുകാർ മാത്രമാണ് ക്രൂ. അപ്പോൾ ക്യാമറ എടുത്തുകൊണ്ട് പോകാൻ പോലും സഹായികളൊന്നുമില്ല, ഇവര് തന്നെയാണ് എടുക്കണം. അപ്പോൾ പിന്നെ ഞാനും നമ്മൾ സുഹൃത്തുക്കളും കൂടി ക്യാമറ നോക്കുന്നു, ബാക്കിയുള്ള സിനിമ ഫുള്ള് നമ്മൾ ജോലി ചെയ്യാൻ നിന്നു. അതിൽ ചെറിയ സീൻ അന്ന് ചെയ്തു, പക്ഷെ അന്ന് ഈ അഭിനയത്തിലോട്ട് വന്നില്ലായിരുന്നു.
ഒരു ആർട്ടിസ്റ്റ് വരാത്തതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് തുറമുഖം, പിന്നെ ഇപ്പോൾ അടുത്തത് ഗർ എന്ന് പറഞ്ഞ പടം ചെയ്തു. ഗർ എന്ന് പറഞ്ഞ കാപ്പ. ആ കാപ്പയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇത് പലരും പറയുന്നു, ഇപ്പോൾ താങ്കൾ ചിലപ്പോൾ ഷാബു എന്നുള്ള പേരിൽ ചിലപ്പോൾ മലയാള സിനിമാ ലോകം അറിയപ്പെടുന്ന ആ പേരിലായിരിക്കും. പക്ഷേ പുറമെ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി തലസ്ഥാനവാസികളെ സംബന്ധിച്ചിടത്തോളം ഗുഡ്ഗാഡ് സാബു എന്ന് പറയുന്ന പേരായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ താങ്കൾ തിരിച്ചറിയാൻ കൂടുതലായിട്ട് ഉപകാരപ്പെടുക. ആ ഒരു ഐഡൻറ്റിറ്റി താങ്കൾക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ, അതൊരു അനുഗ്രഹമായിട്ടാണോ തോന്നുക സിനിമയിലേക്ക് വരുമ്പോൾ? എനിക്ക് ആ ഐഡൻറ്റിറ്റി ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ ഐഡൻറ്റിറ്റി സഹായം എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് സാധാരണ ഒരാൾ പുതിയതായിട്ട് വരുമ്പം ഈ നമ്മളെ മൊത്തം ക്രൂസ് ഉണ്ടല്ലോ, സംവിധായകന് അവരൊന്നുമല്ല, അല്ലാതെ ഉള്ളു. ഈവൻ നമുക്ക് ചിലപ്പോൾ ഒരു നാരങ്ങ വെള്ളം കിട്ടണമെങ്കിൽ തന്നെ സാധാരണക്കാർ വന്നിരിക്കുമ്പോൾ മറ്റുള്ള എല്ലാവർക്കും കൊടുത്തിട്ട് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ വെള്ളം ചോദിച്ചാലേ കിട്ടുള്ളൂ. ഇതിപ്പം എന്നെ അറിയാമെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന കൂടെ ആദ്യമേ കിട്ടും. സൂപ്പർ താരത്തോടൊപ്പം ഒരു പരിഗണന കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ വേറെ ഈ അവസരങ്ങൾ കൂടുതൽ കിട്ടാനായിട്ട് എന്തെങ്കിലും സഹായിച്ചു? അവസരങ്ങൾ കിട്ടാനാണെങ്കിൽ ഇതൊരു ഭാരമാണ്. ഈ പേര് ഭാരമാണ്. അവസരങ്ങൾ കിട്ടാനാണ്. പേടിച്ചിട്ടാരും റോളൊന്നും തരത്തില്ല, അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മളിങ്ങനെയുള്ള ഇതൊക്കെ തലയിൽ മൊത്തത്തിൽ സിനിമാക്കാർക്ക് കഷ്ടകാലമാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടത്തിൽ ഇനി പുതിയൊരു വയ്യാവേലി വെക്കേണ്ടത്. ശരിക്കും ഇങ്ങനെ വരുന്ന താങ്കൾ തികച്ചും എന്താ പറയുക വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ വരുന്നു. കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണ്ടത് ബിസിനസ്സുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പൊതുപ്രവർത്തനമുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് എങ്ങനെയാണ് സിനിമ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്? യാതൊരു ബന്ധവുമില്ല, കുടുംബത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലമൊന്നുമില്ല, എങ്ങനെ എത്തിപ്പെട്ടു? ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. ബന്ധമുണ്ട്. ശരിക്കും അമ്മ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആണോ? അത് ഒരു പുതിയ അറിവാണ്. അച്ഛനും ഇത് ആർട്ടിസ്റ്റല്ല, ഈ ഡ്രാമയിൽ അച്ഛനും സഹായിക്കുമ്പോൾ അച്ഛൻ അഭിനയിക്കും, ഇതൊക്കെ ഉണ്ടായിരുന്നു. അച്ഛന് പിന്നെ പോലീസിൽ ജോലി കിട്ടിയപ്പം അച്ഛൻ അത് മതിയാക്കി പതിയെ അമ്മയെ അതിൽ നിന്ന് അങ്ങ് മാറി. അപ്പോഴൊക്കെ നമ്മൾ വളരെ കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു വലിയ ഷെഡെല്ലാം കെട്ടിയിട്ട് അവിടെ ഒരു ക്ലബ്ബ് ഉണ്ട്, സുപ്രിയ എന്ന് പറഞ്ഞൊരു ക്ലബ്ബ്. അച്ഛനും കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് അവിടെ ഇന്ന് ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ, പാട്ടിൻ്റെ റിഹേഴ്സൽ, അങ്ങനെയുള്ള മിക്കവാറും ആഴ്ചയിൽ ഇത് കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അപ്പോൾ അന്ന് മുതലേ ഒരു കലാകാരനാകണം, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിനയം എന്ന് പറയുന്ന ഒരു സ്പാർക്കായിട്ടുണ്ടെന്നുള്ളത് താങ്കൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നോ? ഇല്ല. അന്നൊന്നും തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ അഭിനയിക്കണം അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ കാണുമ്പോൾ കൗതുകം. അതിലൊക്കെ നമുക്ക് ഇപ്പം ഹാർമോണിയൊക്കെ അവിടെ വെച്ചിട്ടാണ് പോകണം. ഹാർമോണിയം, തബല, അങ്ങനെയുള്ള എല്ലാ സാധനവും ഈ ഷെഡിൽ വെച്ചിട്ടാണ് പോകണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്ത് അവർ ചെയ്യുമ്പോൾ ചെയ്തു നോക്കും. കുറച്ച് കഴിയുമ്പോൾ ഏകദേശം വഴങ്ങും. അങ്ങനെ ഇത് കണ്ട് കേട്ടൊക്കെ തന്നെയാണ് വളർന്നത്. സ്കൂളിൽ മാത്രം ഞാൻ ഒന്നും പങ്കെടുത്തിട്ടില്ല. കോളേജ് തരത്തിൽ വന്നപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ ഈ ഇതിനു വേണ്ടി നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് കലാകാരന്മാർക്ക് പറ്റിയ സ്പേസ് ആണ്. മഹേഷ് മഞ്ജു ഒക്കെ നാടകത്തിന്റെ അങ്ങേയറ്റം, മഹേഷ് മഞ്ജു, നമ്മളെ ജനാർദ്ദന സാറ്, അങ്ങനെ കുറെ പേരുണ്ട്. കാളിദാസൻ എന്ന് പറഞ്ഞ ചേട്ടൻ, പുള്ളി മരിച്ചുപോയി. അപ്പൊ ഇവരെല്ലാം നാടകം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ജീവന്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ കൊണ്ടാണ്. അവരുടെയൊക്കെ സൗഹൃദങ്ങൾ വന്നപ്പോൾ ഞാനും ക്യാമ്പസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാനും ചേർന്നു. പിന്നെ ആദ്യം നമ്മൾ ഈ തനത് നാടകം ഉണ്ടല്ലോ, കാവാലം, ആ ശൈലിയിലായിരുന്നു അത് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതിലെല്ലാം പങ്കെടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു, പക്ഷേ കലയിലോട്ടൊന്നും തിരിഞ്ഞില്ല. പക്ഷേ കലാലയ ജീവിതത്തിലേക്ക് എത്തിയപ്പോൾ കലാകാരനായി മാറി. പക്ഷേ അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് വഴി തെറ്റിപ്പോവുകയായിരുന്നു. വഴി തെറ്റി എന്ന് പറയാൻ പറ്റൂല, നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയതാണല്ലോ. അപ്പോൾ വേറൊരു വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു സാഹചര്യങ്ങളുടെ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരാണ് ആദ്യമായിട്ട് താങ്കളുടെ മുഖത്തേക്ക് പറഞ്ഞത് ഗുണ്ടുകാട് സാബു ഇനി മുതൽ ഒരു നടനാണ് എന്ന് ആദ്യമായി പറഞ്ഞത് ആരാണ്? അങ്ങനെ അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അഖിലേഷ് എന്ന് പറയാം, സീരിയൽ സംവിധായകനാണ്, സീരിയൽ രംഗത്ത് പേര് കേട്ട ആളാണ്. പുള്ളി ഞാൻ സ്കൂളിൽ ഒരുമിച്ച് ഓടിച്ചായിരുന്നു. അവൻ അന്നേ നാടകവും കാര്യമൊക്കെ ഉണ്ട്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു നാടകം. പിന്നെ സീരിയലിൽ വന്നു. ഞങ്ങൾ തമ്മിൽ വീണ്ടും വലുതായ ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഞാൻ ഇന്നയാളാണെന്ന് അതൊന്നും അവനറിയില്ല. എനിക്ക് എൻ്റെ പശ്ചാത്തലം അറിഞ്ഞുകൂടാ. അവന് എന്നെ ഷാമ്പു പ്രൗദ്യനെന്നേ അറിയാം, അതുകൊണ്ട് അവിടെ സാബുവാണെന്ന് അവനറിയില്ല. അങ്ങനെ സംസാരിച്ചപ്പോൾ ആരോ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അത് മറ്റേ സാഹചര്യമാണ്, അതാണ് ഇതെന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് നീ ഇതാണ് പറയുന്നത്. എനിക്ക് വിശ്വാസമില്ല, കാര്യം നമ്മൾ സ്കൂളിലൊന്നും ആരെയും പിടിച്ചെല്ലിട്ട് പോലുമില്ല.
വന്ന ഇവന്മാരൊക്കെ അന്ന് ചട്ടമ്പികളായിരുന്നു, അഖിലേഷൊക്കെ. അന്നവരൊക്കെ പഠിപ്പിച്ചായിരുന്നോ? താങ്കൾ പഠിപ്പിച്ചായിരുന്നോ സ്കൂളിലൊക്കെ? ഭയങ്കര പഠിപ്പിച്ചിട്ടൊന്നുമില്ല, അത്യാവശ്യം പഠിക്കും. അന്ന് അടിപിടിക്കൊന്നുമില്ല. അയ്യോ, ആ ഏരിയ പോകില്ല. ആരെ പിടിച്ചു എറിയിട്ട് പോലും ഇല്ല. സമരത്തിന് പോകുമ്പോൾ കല്ലുപോലും പറക്കി എറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമല്ലോ, നമ്മൾ സമരം ഇങ്ങനെ പോയിട്ട് അതിലെ കൂടെ പോകും. കല്ലെറിയേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ പോയി പുറകോട്ട് വലിയ. പക്ഷെ എല്ലാം മാറി, ജീവിതം മാറ്റി ഓക്കെ. അങ്ങനെ ഞാൻ അഖിലേഷാണ് നീ നാളെ ഒന്ന് വാ, ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സീരിയൽ, സമദൂരം എന്ന് പറഞ്ഞിട്ട് സീരിയൽ ചെയ്യായിരുന്നു, അതിലൊരു കാര്യം ചെയ്തു. ഞാൻ അപ്പോഴത്തെ ഒരു ഇതിൽ രാത്രി നമ്മൾ ഇരുന്ന ആ സമയത്ത് അതിനകത്ത് അതൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. രാവിലെ എപ്പോഴും വണ്ടി വന്നിട്ട് സൗജന്യ അഖിലേഷൻ വിളിക്കും. ഞാൻ എന്തിന് അല്ല അവിടെ ലൊക്കേഷൻ, ഞാൻ അത് ശരിയാവില്ല. അപ്പോൾ അവൻ വിളിച്ചിട്ടുണ്ട്, നീ മര്യാദ കയറിയോ, നീ കാരണം ഞാൻ വേറെ ആളെയും വിളിച്ചിട്ടില്ല. അവിടെ ചെന്നപ്പോഴായിരുന്നു റോഡിലായിരുന്നു, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ഷോപ്പിൻ്റെ അവിടെ ഒത്തിരി ജനങ്ങൾ പെട്ട്. അപ്പോൾ അവനാണെങ്കിൽ ഈ സംവിധായകൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുമ്പോൾ വേറൊരു ലെവലാണ്. പിന്നെ പഴയ സൗഹൃദമൊന്നുമില്ല. എൻ്റെ അടുത്തല്ല എല്ലാം. ബീന ആൻ്റണി ചേച്ചിയൊക്കെ വളരെ സീനിയറാണല്ലോ, അവരടുത്ത് വരെ ഷൗട്ട് ചെയ്യും, രാവിലെ ഒന്നും കഴിച്ചില്ല നീ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞാൻ ഇങ്ങനെ വരണ്ടിരിക്കുകയാണ്. ശരി, കോസ്റ്റ്യൂമൊക്കെ കിട്ടും, അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ശരിയായില്ല. ആൾക്കാരില്ല, ഡേ നീ എന്താണ് നീ അല്ല പറ, മനസ്സിലാവില്ല. അല്ല എന്ത് പറ്റി, മര്യാദയ്ക്ക് അങ്ങോട്ട് കേട്ടാന്ന് പറയുമ്പോൾ കുറേ വഴക്ക്. പിന്നെ ഈ ആൾക്കാരും വെച്ച് ഇവന് വഴക്ക് പറഞ്ഞ് ഇവനെ ഞാൻ മറ്റേ കുണ്ടാട് സാബുവാണ്, നമ്മൾ അതാണ് ഇതാണ്, അതൊന്നും അവന് വിഷയമേ അല്ല. അവൻ അവിടെ നല്ല തകർക്കുകയാണ്. ഇവനെ പേടിച്ച് ചെയ്തു, ശരിയായി, ഒത്തു. അങ്ങനെയാണ് നടനായി. പിന്നെ അതൊരു ചെറിയ ക്യാരക്ടറായിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത് കുറച്ച് അവൻ ഉദ്ദേശിച്ചേക്കാളും ചെയ്തപ്പോൾ അത് മുഴുനീള ക്യാരക്ടറാക്കി. അത് ഏകദേശം ഒരു 6-7 മാസത്തോളം ചെയ്യുന്ന ഒരു ഇതാക്കി ഷൂട്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നു, മനസ്സിലായി. അങ്ങനെ കയറി വന്നതാണ്. ശരിക്കും താങ്കൾ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിക്കണമെന്ന് കരുതിയ ഒരു കാര്യമാണ്, ഈ കാപ്പ സിനിമ, പൃഥ്വിരാജ് അഭിനയിച്ച, ഷാജി കല സംവിധാനം ചെയ്ത കാപ്പ എന്ന് പറയുന്ന സിനിമ, അത് ഗുണ്ടുകാട് സാബുവിൻ്റെ കഥയാണ് എന്നൊരു കഥ എവിടെയോ കേട്ടു. അത് കഥയാണോ, ശരിയാണോ? അല്ല, ശരിക്കും അത് നമ്മളെ തിരുവനന്തപുരത്ത് നമ്മളീ പറയുന്ന ആ കാലഘട്ടത്തിൽ ഒത്തിരി ക്രൈമുകൾ നടന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്ദുഭവൻ യൂണിവേഴ്സിറ്റി കോളേജിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരായിട്ട് അവരുടെ സായാഹ്നങ്ങളിൽ ഒരു സംസാര വിഷയം ആയിരുന്നു ഈ എൻ്റെ പേര്. അപ്പോൾ ഇവർ പറഞ്ഞു, അതിൽ കുറേ പേർക്ക് എന്നെ നല്ലോണം അറിയാം കോളേജിൽ, നമ്മളെ സീനിയേഴ്സ് അതിലുണ്ട്, അവർക്കിപ്പോൾ നല്ല പൊസിഷനിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർ അത് മറ്റേ നമ്മുടെ ഷാബുവാണത് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു പുള്ളി ഈ കഥകളെല്ലാം കൂടി ചേർത്ത് ശംഖുമുഖി എന്നും പറഞ്ഞൊരു കഥ എഴുതി, അത് നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ്. ഈ കഥ ബേസ് ചെയ്ത് ഇവർ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് റൈറ്റേഴ്സ് അസോസിയേഷൻ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആയിരുന്നു ആദ്യം ചിന്ത. അപ്പോൾ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് രാജീവ് രവിയെ കണ്ടു. രാജീവ് രവി ഇന്ദുഗോപനൊക്കെ ആയിട്ട് നല്ല സൗഹൃദമാണ്. അപ്പോൾ രാജീവ് രവി ഞാനുമായിട്ട് സിനിമയ്ക്ക് മുമ്പേ ഉള്ള സൗഹൃദമാണ്. സിനിമയിൽ വന്നത് കുറച്ചുകൂടി കൂടി. അപ്പോൾ ഈ രാജീവ് നമ്മളെ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ മേയർ ബ്രോ മാറി MLA ബൈ ഇലക്ഷൻ സമയത്തായി വരുമായിരുന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് ഇന്ദുഗോപനെ പരിചയപ്പെടുത്തി, സാബു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതിങ്ങനെ സിനിമയാക്കിയാണ്, വലിയ രീതിയിലാണ്, അപ്പോൾ അതൊന്നും സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ സഹായിക്കണം, അല്ലാതെ നമ്മൾ സ്ക്രിപ്റ്റിന് കുറച്ചുകൂടി കാര്യങ്ങൾ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ആ സ്ക്രിപ്റ്റ് ഒന്ന് നന്നാക്കി വേണം. പിന്നെ നിൻ്റെയും കൂടി ഉൾപ്പെടുന്ന കഥയാണല്ലോ, അപ്പോൾ അതൊന്ന് പറഞ്ഞ് അങ്ങനെ പോകാം. അങ്ങനെ ഈ ഇലക്ഷൻ സമയത്ത് എന്നും രാവിലെ എനിക്ക് കുറേ വീടുകൾ തന്നിട്ടുണ്ട്. ഇത്രയും ഒരു നോട്ട് ബുക്ക് തന്നിട്ടുണ്ട്, ഇത്രയും വീടുകൾ നമ്മൾ കയറണം, അവിടെയുള്ള ഒരു അഭിപ്രായം നമ്മളെന്താ പറഞ്ഞു ഇതൊക്കെ നോട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയായിരുന്നു നമ്മുടെ രീതി പാർട്ടിയിലെ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ കൂടെ ഇവരും വരും. അപ്പോൾ ഈ രാജീവ് രവിയാണെന്ന് എന്തുകൊണ്ടെന്ന് ആൾക്കാർക്കൊന്നും അറിയില്ല. വെറുതെ നമ്മുടെ സ്ഥലത്തെ പറ്റി പഠിക്കാൻ അങ്ങനത്തെ ആ രീതി ഇവരും കൂടെ നടന്ന് കുറച്ച് ദിവസം അങ്ങനെയൊക്കെ ചെയ്തു വന്ന ഒരു എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു കഥയാണ്, എൻ്റെ മാത്രമായിട്ടുള്ളതല്ല. അതായത് ജീവിത കഥയുടെ ഒരു അംശം അതിലുണ്ട്. അതിൽ പിന്നെ പൃഥ്വിരാജിനെ കാണുന്നത് എപ്പോഴാണ്? ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നതിന് ശേഷമാണോ അദ്ദേഹത്തെ കാണുന്നത്? അല്ല, പൃഥ്വിരാജിനെ എനിക്ക് നേരത്തെ അറിയാം. തിരുവനന്തപുരത്തുകാരനാണല്ലോ. പൃഥ്വിരാജ് ക്ലാസ്മേറ്റ്സിലാണെന്ന് തോന്നുന്നു വീണ്ടും
ഹിറ്റ് ആ പടം ഹിറ്റായാണ് വീണ്ടും ഒരു താരപദവിയിലേക്ക് വീണ്ടും എൻഹാൻസ് ചെയ്യും. അതിന് മുമ്പേ ഞങ്ങൾ ജിമ്മിൽ കളിക്കാൻ പോകുമ്പോൾ പവറിൻ്റെ പഴയത് നമ്മൾ പാളയത്ത് അതിന് ബാക്കിലുണ്ടായിരുന്നു സാഫല്യത്തിൻ്റെ പുറകെ അവിടെ വെച്ച് ഉള്ള ഒരു പരിചയമാണ്. അപ്പം പുള്ളിയുടെ ട്രെയിനർ നമ്മൾ അടുത്ത കൂട്ടായിരുന്നു വിനോദ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധം. പിന്നെ ഞങ്ങൾ മാറി മറ്റുള്ള ജിമ്മിലോട്ട് പോയപ്പോഴും പുള്ളി അവിടെയുണ്ട്. അങ്ങനെ എപ്പോഴും ആ സൗഹൃദമുണ്ട്. പിന്നെ ഞങ്ങളവിടുത്തെ പ്രോഗ്രാമിനൊക്കെ ഞാൻ രാജുവിനെയാണ് അന്ന് വിളിക്കുന്നത്, പുള്ളി വരും. അപ്പോൾ അന്ന് വല്ല താരപദവി ഇല്ലാത്തതുകൊണ്ട് ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ വരും. അന്നേ ഒരു ബന്ധമുണ്ട്. ശരിക്കും ഈ കഥയിലേക്ക് താങ്കൾ വരുമ്പോൾ ഇത് ഗുണ്ടുകാട് സാബുവിൻ്റെ കഥയാണ് പൃഥ്വിരാജ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ഒരു നറേഷൻ ആദ്യമേ കൊടുത്തിരുന്നോ? അത് എങ്ങനെയാണ് വന്നതെന്നറിയില്ല. അത് അങ്ങനെ ഒരു സംഭവം ആദ്യമേ ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ആ അതേ കഥയിൽ ഇപ്പോൾ താങ്കളുടെ കഥയെന്ന് പറയുന്ന അല്ലെങ്കിൽ താങ്കളുടെ ജീവിതാംശമുള്ള കഥ സിനിമയാകുമ്പോൾ അതിൽ താങ്കളുടെ റോൾ ഒരു ചെറിയ റോളായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് മാറി നിന്ന് കാണുമ്പോൾ ഇപ്പോൾ ശരിക്കുള്ള ഞാൻ അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്ന കഥാപാത്രത്തെ മറ്റൊരാൾ ചെയ്യുന്നു, അപ്പോൾ അതിൽ ഞാനൊന്നും അല്ലാതെ മാറി നിൽക്കുന്നു, ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഇതിപ്പോൾ നമ്മളെ ജീവിത കഥയായിട്ട് ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലി നോക്കുന്നൊരു ഇതാണ്. അതിലിപ്പോൾ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടൻ ചെയ്താലേ അത് ആൾക്കാർക്ക് അത് കണ്ട് അവർക്കത് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ കഥയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ആൾക്കാരതൊന്നും ആരും കാണാൻ പോകുന്നില്ല. നമുക്ക് ഇത്രയും വലിയ ക്യാരക്ടർ ചെയ്യാനും പറ്റില്ല. അത് ശരിക്കും രാജുവിനെ പോലുള്ളവർ ചെയ്ത് തന്നെയാണ് നല്ലത്. പിന്നെ മാറിയെന്ന് കാണുമെന്ന് പറഞ്ഞാൽ ഇതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാം, പക്ഷേ അതിൽ ഗുണ്ടായുസമാണല്ലോ കൂടുതൽ. അങ്ങനെ യാതൊരു ക്യാരക്ടറും ചെയ്യൂല എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് റിയൽ ലൈഫിൽ ഇനി താങ്കൾ ഗുണ്ടയാവില്ല. റിയൽ ലൈഫിലല്ല, ആ സിനിമ റിയൽ ലൈഫ് അങ്ങനെയല്ല. ആ കഥയില് കാപ്പയില് ഞാനത് ചെയ്യുന്നില്ല. അങ്ങനെയാണ് വേറെ ഏതെങ്കിലും ഒരു ചെറിയ വേഷം പിടിക്കാന്നുള്ള രീതിയിലാണ് കളക്ടറിന്റെ. അതിൽ ശരിക്കും ഇതിൽ ആദ്യത്തെ ക്രൂ മാറി അതായത് ഷാജി ചേട്ടൻ്റെ വന്നപ്പോഴത്തേക്ക് ഈ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ചേഞ്ചായി. ആദ്യം ചെയ്തത് അവർ അതുപോലെ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അവർ പറഞ്ഞത് ഞങ്ങൾ ഇത്രയും നാളും പാടുപെട്ടാണ് അത് അതുപോലെ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മാറി വന്നത്. പക്ഷെ ഷാജി ചേട്ടൻ്റെ വന്നപ്പോഴേ ശരിക്കും അത് ആ സീന് കുറച്ച് കുറഞ്ഞു, അല്ലെങ്കിൽ കുറച്ചുകൂടി അതിൽ ലെങ്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ സമകാലിക സാഹചര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ കുറേയധികം ക്രൈം വീടുകൾ കേന്ദ്രീകരിച്ചിട്ടും യുവാക്കളാണ് കൂടുതലും ഇതിൽ പ്രതികളാക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പലരും പറയുന്നൊരു കാര്യം സിനിമയിലെ വയലൻസ് ആണ് ഈ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് എന്നൊക്കെ ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. ഇപ്പം മാർക്കോ എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ അടുത്തിടെ വന്നൊരു സൂപ്പർ ഹിറ്റായ ചിത്രമാണ്. അപ്പോൾ ആ മാർക്കോയിൽ ഒരുപാട് വയലൻസ് കാണിക്കുന്നുണ്ട്, ഇതൊക്കെ കുട്ടികളെ തെറ്റായ വഴിക്ക് നയിക്കും എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? കാരണം താങ്കൾ ഇതിൻ്റെ രണ്ട് വശവും കണ്ട റിയൽ ലൈഫും ഈ വയലൻസുമായി ബന്ധപ്പെട്ട മേഖലയിൽ താങ്കൾ കണ്ടിട്ടുള്ളതാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ശരിയാണോ? ശരി, എൻ്റെ അഭിപ്രായം മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. പലരുടെ അഭിപ്രായം പലതായിരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സിനിമ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ ആർട്ടിസ്റ്റ് ലെവലിൽ കാണുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഏറെക്കുറെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ വയലൻസും അതുപോലെ സ്വാധീനിക്കപ്പെടാം. നമുക്ക് ഇപ്പം അത് പറയുമ്പോൾ അതിന് മറുതല പറയുന്നത് കൊറിയൻ സിനിമകളിലൊക്കെ ഇതിനേക്കാളും വയലൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം അത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തമിഴ് സിനിമ നേരത്തെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഒരു അടി അടിക്കുമ്പോൾ 10 പേരൊക്കെ വീഴുന്നു, നമ്മളത് അംഗീകരിക്കും. വിജയ്ക്ക് ആരെ വേണമെങ്കിലും അടിക്കാം, അല്ലെങ്കിൽ തലവന് ആരെ വേണമെങ്കിലും അടിക്കാം. പക്ഷെ എന്ന് വെച്ചാൽ നമ്മളിവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കൂകും, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം അതുപോലെ ഇത് മീഡിയാസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആൾക്കാരുടെ ഇടയിൽ നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മുടെ സിനിമകളിൽ ആക്ഷൻ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞ, ആ വയലൻസിൻ്റെ ആ ക്രൂരത കുറയ്ക്കുന്നത് നല്ലതാണ്. ഇത് സിനിമയിൽ. അപ്പോൾ റിയൽ ലൈഫിലും ശരിക്കും ഇതൊന്ന് മാറേണ്ടതല്ലേ? റിയൽ ലൈഫിൽ എങ്ങനെ മാറണമെന്ന്? റിയൽ ലൈഫിൽ ഈ വയലൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ കുറയപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും വയലൻസ് എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ പാടില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ ചിലർ അവരുടെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അത് വയലൻസിലോട്ട് പോകുന്നത്. മനസ്സിലായി. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനാണ് നമുക്കിവിടെ ഒരു ഗവൺമെൻറ് ഉള്ളത്. ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് പോലീസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാധനവും നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലും ഉണ്ടാകുന്നില്ല. വളരെ ചെറിയ അപൂർവം ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലോട്ട് പോകുന്ന വയലൻസുകൾ. അതെന്താണെന്ന് നമുക്ക് പിടികിട്ടുന്ന കാര്യങ്ങളാണ്. മനസ്സിലായി. ഇപ്പോൾ ഇതിൽ പോലീസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഒരു ആൺഗുണ്ടയ്ക്ക് പെൺഗുണ്ടയിലുണ്ടായ വിചിത്ര ജീവിയല്ല ഈ ഗുണ്ട എന്ന് പറയുന്നത്. ഇതൊരു സിനിമ ഡയലോഗാണ്. താങ്കൾക്ക് മനസ്സിലായി കാണുക ഏത് സിനിമയിലെ ഡയലോഗാണെന്നുള്ളത്. ശരിക്കും അത് ശരിയാണോ? അതായത് ആ സിനിമയിൽ ബാക്കി ആ ഡയലോഗിൻ്റെ എക്സ്റ്റൻഷൻ പറയുകയാണെങ്കിൽ
ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും കള്ളുകച്ചവടക്കാരും പൊളിറ്റീഷ്യൻസും ഈ പറയുന്ന പോലീസുകാരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഗുണ്ടകളെ വാർത്തെടുക്കുന്നത് എന്നൊക്കെയാണ് അന്ന് ആ സിനിമയിൽ തന്നെ പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇതൊക്കെ ശരിയാണോ? വാർത്തെടുക്കണം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരാൾ ഇപ്പം ഒരു സ്ഥലത്ത് ഒരാൾ ഈ ഒരു തലത്തിലേക്ക് വന്നാൽ അവരെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്ന പലരും ഉണ്ട്. അതിപ്പം രാഷ്ട്രീയക്കാർ മാത്രമല്ല, സാധാരണക്കാരനും പെട്ടെന്ന് ഓടിച്ചെന്ന് പറയാൻ പറ്റുന്ന, നമുക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരാൾ സ്ഥിരമായിട്ട് ശല്യം ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ മോളെ ശല്യം ചെയ്യുന്നു, അല്ലെങ്കിൽ രാത്രി വന്ന് എൻ്റെ വീട്ടിൽ കതക് തട്ടുന്നു എന്നൊക്കെയുള്ള പരാതികൾ ചിലപ്പം അവിടെ ഒരു ഗുണ്ട വളരണമെന്നില്ല. ആ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു പയ്യനുണ്ടെങ്കിൽ ആദ്യം അവൻ്റെ അടുത്തായിരിക്കുമല്ലോ പറയുന്നത്, മോനെ എങ്ങനെയാണ് രാത്രി വീട്ടിൽ വേറെ ആരും, ഞാനും പെൺമക്കളേ ഉള്ളൂ, ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന ആരടുത്തായിരിക്കും? ആ നാട്ടിൽ ഇത്തിരി സ്മാർട്ടാണെന്ന് തോന്നുന്ന ഒരാളടുത്തായിരിക്കും. അതിനെ പലരും അതുപോലെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ സമീപിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് എന്നാണ് എൻ്റെ അറിവ്. ഇനി നമുക്ക് വീണ്ടും സിനിമയിലേക്ക് തന്നെ വരാം, അതായത് പരിവാറിലേക്ക് വരാം. ഇപ്പോൾ താങ്കൾ കുറേയധികം സിനിമകൾ ഇതിനോട് അഭിനയിച്ചു കഴിഞ്ഞു, ഒരു സീരിയലിൽ അഭിനയിച്ചു. പക്ഷേ ഇവിടങ്ങളിലൊന്നും താങ്കൾക്ക് ഒരു ത്രൂ ഔട്ട് സീരിയൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. സീരിയലല്ല, സിറ്റ്കോമാണ്. കൗമുദി ചാനലിൽ അലയൻസ് എന്ന് പറയുന്നതിൽ മനസ്സിലായി. അത് ഞാൻ അറിയപ്പെടുന്ന ക്യാരക്ടർ ഇപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴും പലരും വന്ന് ചോദിച്ചത് സുരേഷ് അല്ലേ എന്ന് ചോദിക്കും. ഓ, ഈ ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ സുരേഷ് അല്ലേ സാബുവാണ്, അതല്ല അലയൻസിലെ സുരേഷ് അല്ലേ എന്ന് ചോദിക്കും. അങ്ങനെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഐഡന്റിറ്റി അങ്ങനെയാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു സിനിമയുടെ കാര്യം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ആയിട്ടുള്ളൊരു വേഷം എനിക്ക് തോന്നുന്നു താങ്കൾ ആദ്യമായിട്ടാണ് ഈ ഒരു പരിവാറിലേക്കാണ് ചെയ്യുന്നത്. ഇത് താങ്കളുടെ തലവര, അതായത് ഷാബു എന്ന നടൻ്റെ തലവര മാറ്റും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എനിക്ക് വിധിയിലും ദൈവത്തിലും വിശ്വാസമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ദേവിയുടെ അല്ലെങ്കിൽ മൂകാംബികമ്മയുടെ അനുഗ്രഹത്താൽ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതായാലും പരിവാർ ഇനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. എല്ലാവരും ചിത്രം തിയേറ്ററിൽ പോയി കാണുക, വിജയിപ്പിക്കുക. നല്ലത് തന്നെ സംഭവിക്കും. താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം സന്തോഷം.